ഇനി ഞാൻ തൽക്കാലം ഗുരുജിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് മൂർത്തി മാത്രം പൂജയ്ക്ക് പോയാൽ മതി. വിവരങ്ങൾ സമയാസമയത്ത് തന്നെ അറിയിച്ചാൽ മതി. ശരി മാഡം. പൂജാ ചടങ്ങുകൾക്കിടയിൽ ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ. അതും മുടക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാ ആ സമയത്ത് പൂജ മുടക്കിയേക്കണം. ഇത് നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റാ. മാഡം ടെൻഷൻ അടിക്കണ്ട. അവസാന നിമിഷം എന്തെങ്കിലും ഒരു ആയുധം നമുക്ക് കിട്ടും. എങ്ങനെയെങ്കിലും പൂജ ഞാൻ മുടക്കിയിരിക്കും. അർച്ചനയുടെ പുതിയ ജീവിതത്തിനും പഴയ ജീവിതത്തിനും ഇടയിൽ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പൂജ കഴിഞ്ഞാൽ അവൾ സമൃദ്ധയായിരിക്കോ അതോ അർച്ചനയായിരിക്കോ? സമൃദ്ധിക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? എന്റെ ഉള്ളിൽ എന്തോ ഒരു പുതിയ വെളിച്ചം വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ദിവസം നിനക്കൊരു സാധാരണ ദിവസമല്ല. ചികിത്സയുടെയും പൂജയുടെയും പ്രാർത്ഥനയുടെയും ശക്തിയിൽ നീ നിന്നെ തന്നെ കണ്ടെത്തുന്ന ദിവസമാണ്. നിന്റെ ഉള്ളിൽ ഒരു സൂര്യൻ ഉണരാൻ തുടങ്ങുകയാണ്. ഓർമ്മകളുടെ സൂര്യൻ. മറന്നുപോയതൊക്കെ ഇനി മുതൽ വീണ്ടും ഓർത്തെടുക്കാൻ സാധിക്കും. പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ, തിരിച്ചു കിട്ടുന്ന ഓർമ്മകൾ എന്താന്ന് എനിക്കറിയില്ല. അതെന്തായാലും എനിക്ക് ഞാനായി ജീവിക്കാൻ സാധിക്കണം.